എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ശരാശരി കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ ബാലവേലയുടെ തോത് കുറവാണ്. പക്ഷേ പലപ്പോഴും ബാലവേല എന്ന യാഥാർത്ഥ്യം നമ്മുടെ കാഴ്ചയെ അശാന്തമാക്കാറുണ്ട്. കളിച്ചും പഠിച്ചും ചിരിച്ചും രസിച്ചും അറിവ് നേടേണ്ട ബാല്യകാലത്ത് ബാല്യം നഷ്ടപ്പെടുത്തുന്ന കുട്ടികൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കാറുണ്ട്. നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നതും ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബാലവേലയെ നമുക്ക് എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ബി അരുൺ, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ. സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ശരാശരി കണക്കുകൾ നമുക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ ബാലവേലയുടെ തോത് ഗണ്യമായി കുറഞ്ഞു വരികയാണ്. പക്ഷേ നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഹോട്ടലുകളിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് ചില വർക്കിംഗ് പ്ലേസുകളിലാകട്ടെ ബാലവേല നമുക്ക് ദൃശ്യമായി കാണപ്പെടുന്നുണ്ട്. ഈ ബാലവേല നമ്മളിൽ സൃഷ്ടിക്കുന്ന മാനസികമായ അശാന്തിയുടെ തോത് വളരെ വലുതുമാണ്. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി നാം ആചരിക്കുമ്പോൾ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട്, ഒപ്പം ഈ ബാലവേല ദിനത്തിൽ ഈ ദിനത്തിന്റെ ഇന്നത്തെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാമൂഹ്യ പാഠം ആരംഭിക്കാം എന്ന് തോന്നുന്നു. തീർച്ചയായും ഇത് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചതാണ് ഈ ദിനാചരണം. ഇന്നത്തെ ദിനം നമ്മൾ ആചരിക്കുന്നത് ഏറ്റവും ദുർഘടപൂർണവും അല്ലെങ്കിൽ ആപത്കരവുമായ ജോലികളിൽ നിന്നും കുട്ടികളെ മോചിപ്പിച്ച് അവരെ വിദ്യാഭ്യാസത്തിന്റെ പാതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം തന്നെ. അതിന്ന് കേരള സംസ്ഥാനത്ത് ജില്ലയിലൊട്ടാകെ തന്നെ തൊഴിലുവകുപ്പ് ആചരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ 9:30 തന്നെ ചാല ബോയ്സ് ഹൈസ്കൂളിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹമാണ് അത് നിർവഹിച്ചത്. അവിടെ കുട്ടികൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും കൂടാതെ അവിടെ നിർധനരായ 75ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും കൂടാതെ ഞങ്ങളൊരു പപ്പറ്റ് ഷോ അവതരിപ്പിച്ചു. അത് വളരെ ഹൃദ്യമായിരുന്നു. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു. ഈ തീം ബേസ് ചെയ്തിട്ടുള്ള ഒരു പപ്പറ്റ് ഷോ ഒരു ഏജൻസിയെ കൊണ്ടാണ് ചെയ്യിച്ചത്. നന്നായി അവർ അവിടെ നടത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഒരു റേഡിയോ പാർട്ണറായിട്ട് ഒരു FM റേഡിയോ മുർച്ചിയും കൂടെ നമ്മളോട് സഹകരിച്ചു. നല്ല രീതിയിലൊരു പബ്ലിസിറ്റി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഞങ്ങൾ അവിടെ നടത്തിയത്. സർ, ഇപ്പോൾ അങ്ങ് ജൂൺ 12 ഇന്ന് ബാലവേല വിരുദ്ധ ദിനമായിട്ട് നാം ആഘോഷിച്ചപ്പോൾ നടത്തിയ പ്രധാനപ്പെട്ട പരിപാടികളെക്കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി. സംഘർഷ ദുരന്ത മേഖലയിലെ കുട്ടികളെ ബാലവേലയിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ബാലവേല വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ബാലവേലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ബാലവേല കാണുന്നുണ്ടെങ്കിലും നമുക്കൊരു നിയമത്തിന്റെ പരിധിയിൽ വന്നിട്ട് എന്താണ് ബാലവേല എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമില്ല. ബാലവേലയെക്കുറിച്ച് എന്താണ് ബാലവേല, അല്ലെങ്കിൽ ബാലവേലയുടെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സർ? തീർച്ചയായും. അതിനൊരു ചരിത്ര നാൾ വഴി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലാണ് നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയാണെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരികയും ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ വ്യവസായവൽക്കരണം വളരെ ആക്കം കൂട്ടിയ ഒരു സമയത്ത് 1850-60 കാലഘട്ടങ്ങളിൽ അങ്ങനെ, അതായത് ശരിക്കും ഫാക്ടറികളിൽ അത് ജ്യൂട്ട് ഇൻഡസ്ട്രി വളരെയധികം പ്രചാരം ഉണ്ടായി. അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികളെ വ്യാപകമായി ഈ മേഖലകളിലേക്ക് ജോലിക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു. പക്ഷേ അവരുടെ സമയക്രമം, അവരുടെ ജോലി സമയമോ ഒന്നും തന്നെ ക്രമീകരിച്ചിരുന്നിട്ടില്ല. വളരെയധികം വിഷമതകൾ അനുഭവിച്ചു തന്നെയാണ് അവർ, പ്രത്യേകിച്ച് റൂറൽ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് 1881 ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം നമ്മുടെ ബ്രിട്ടീഷിന്റെ അന്നത്തെ ഭരണാധികാരികൾ പാസ്സാക്കി. ആ നിയമം നമ്മൾ അവതരിപ്പിക്കുകയും അതിൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരം ജോലിയിൽ നിന്നും നിർബന്ധമായും ജോലി ചെയ്യുന്നത് നിരോധിക്കുകയാണ് ഉണ്ടായത്. 7 വയസ്സിന് താഴെ. അതിനെ തുടർന്ന് പിന്നെ നമ്മൾ കാലം കടന്നുപോയി. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പായി 1938 എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആക്ട് എന്നൊരു നിയമം കൂടെ പാസ്സാക്കി. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒപ്പിട്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ 38 അതെ, ബ്രിട്ടീഷ് ഇന്ത്യ തന്നെയാണ്. അന്ന് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആക്ട് പാസ്സാക്കി. അവിടെയും 14 വയസ്സും 17 വയസ്സും ഇങ്ങനെ ഒരു
ഒരു വ്യക്തത ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതിപ്പോൾ അത് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 47-ൽ. അങ്ങനെ ഇരിക്കെ അതും കടന്നുപോയി ഒത്തിരി കഴിഞ്ഞിട്ടാണ് 48-ൽ ഫാക്ടറീസ് ആക്ട് പാസ്സാക്കുന്നത്. അതിലാണ് ശരിക്കും സമയക്രമം. പക്ഷെ അവിടെ നമ്മളൊരു ക്രമീകരണം ഉണ്ടായി. കുട്ടികളെ ജോലി ചെയ്യിക്കാം ഫാക്ടറികളിൽ, പക്ഷേ ചില കണ്ടീഷൻ അവിടെ വെച്ചു. അതായത് 4.5 മണിക്കൂർ മാത്രമേ ഒരു കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, ഈ ജോലിക്കിടയിൽ നിർബന്ധമായും 1 മണിക്കൂർ വിശ്രമം കൊടുത്തിരിക്കണം. വിശ്രമവേള 1 മണിക്കൂറായിട്ട് നിജപ്പെടുത്തി. കൂടാതെ ഈ തൊഴിലുടമ ആ കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുക്കാനുള്ള ഒരു നിബന്ധന അതിനടുത്തുണ്ട്. കൂടാതെ പഠിക്കാനുള്ള സൗകര്യവും ഈ തൊഴിലുടമ അതിനൊപ്പം തന്നെ പോകണം. ഇങ്ങനെയുള്ള ഒരു നിബന്ധന. പിന്നെ കൂടാതെ തന്നെ ചൈൽഡ് ആരെന്നുള്ള രജിസ്ട്രേഷൻ, അതിനുള്ള രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും അയാളുടെ വ്യവസായ അതിനകത്ത് സൂക്ഷിക്കണം, ആ എസ്റ്റാബ്ലിഷ്മെന്റ് സൂക്ഷിച്ചിരിക്കണം. ഇത് പരിശോധനയ്ക്ക് വിധേയമാകും. അങ്ങനെ പീരിയോഡിക്കലായിട്ട് നടത്തുക, അങ്ങനെ ഒരു നിബന്ധന ആ നിയമത്തിലുണ്ടായി. എന്നിട്ടും കാലം കടന്നുപോയി. അപ്പോഴും ചൈൽഡിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ സംരക്ഷണം, അതിനുമേലുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ ഇത്തരമുള്ള ചൂഷണങ്ങൾ വീണ്ടും ഉയർന്നു വരികയും അങ്ങനെ ഇരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ 1989-ൽ ഒരു അവകാശ ഉടമ്പടി, സാർവദേശീയ കുട്ടികളുടെ അവകാശ ഉടമ്പടി രൂപപ്പെടുത്തുന്നത്. അതിൽ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള എല്ലാവരും ഒപ്പിട്ടു. ഇന്ത്യ 1992-ലാണ് 1992-ലാണ് അതിൽ ഒപ്പിടുന്നത്. അതെ. അപ്പോൾ ഇന്ത്യ അതിലോട്ട് ഒപ്പുവെക്കുമ്പോൾ തന്നെ ആ അവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്ന 4 മൗലിക അവകാശങ്ങൾ കുട്ടിയുടെ, അത് കണ്ടെത്തിയിട്ടുള്ളത് അതിജീവനത്തിനുള്ള, സർവൈവലിന് വേണ്ടിയിട്ടുള്ള അവകാശം, ഉന്നമനം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അവകാശം, പ്രൊട്ടക്ഷൻ സംരക്ഷണത്തിന് വേണ്ടിയുള്ളത്, സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ളത്, 4-മത്തത് പങ്കാളിത്തം പാർട്ടിസിപ്പേഷൻ. ഈ അവകാശ രേഖയിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ഇതിനെ തുടർന്നാണ് അതിനു മുമ്പ് തന്നെ 1986-ൽ നമ്മുടെ ചൈൽഡ് ലേബർ ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നു. അവിടെയാണ് ചൈൽഡ് എന്നുള്ള ഡെഫിനിഷൻ, നിർവചനം ഉള്ളത്. അതേസമയം ചൈൽഡ് ലേബർ എന്നുള്ള ഡെഫിനിഷൻ നമുക്ക് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിലൊന്നും തന്നെ ചൈൽഡ് ലേബർ എന്തെന്നില്ല. പക്ഷെ അതേസമയം ആർട്ടിക്കിൾ 32 ഈ പറഞ്ഞ ഐക്യരാഷ്ട്രസഭ പാസ്സാക്കിയ ഈ അവകാശ ഉടമ്പടിക്കകത്ത് ചൈൽഡ് ലേബർ എന്ത് എന്നുള്ളത് നിർവചനമുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. അത് എനി വർക്ക് ദാറ്റ് ഇസ് ലൈക്ലി ടു ബി ഹസാർഡസ് ഓർ ടു ഇന്റർഫിയർ വിത്ത് ദ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ ഓർ ടു ബി ഹാംഫുൾ ടു ദ ചൈൽഡ്സ് ഹെൽത്ത് ഓർ ഫിസിക്കൽ, സ്പിരിച്വൽ, മോറൽ ഓർ സോഷ്യൽ ഡെവലപ്മെന്റ്. ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഇതിനെയാണ് ചൈൽഡ് ലേബർ എന്ന് നിർവചിക്കുന്നത്. ആർട്ടിക്കിൾ 32 ഈ അവകാശ ഉടമ്പടി നിർവചനം വന്നിട്ടുള്ളത്. സാർ, ഇപ്പോൾ അങ്ങ് ചൈൽഡ് ലേബർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. കുട്ടിയെ നിർവചിക്കുന്നതിനെ കുറിച്ചും സാറ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂചിപ്പിച്ചു. നമുക്ക് ബാലവേലയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ മോട്ടോർ വർക്ക്ഷോപ്പുകളിലൊക്കെ കുട്ടികളെ കാണാറുണ്ട്. നമുക്ക് അതിലേക്ക് വരാം സാർ, ആ വിഷയത്തിലേക്ക് വരാം, ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ആദ്യ പ്രേക്ഷകൻ ലൈനിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആരാ നോക്കാം. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം മാഡം. പേരെങ്ങനെയാണ് മാഡം? ഇന്ദു. എവിടെ നിന്നാണ് മാഡം വിളിക്കുന്നത്? ഡൽഹിയിൽ നിന്ന്. മാഡം, ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. നാം സംസാരിക്കുന്നതും ആ വിഷയത്തെ കുറിച്ചാണ്. സാറിന്റെ ചോദിച്ചു. അതെ അതെ സാറേ, ഞാൻ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ ബാലവേല ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടില് അത് നിരോധിച്ചിരിക്കുന്നതാണ് നമ്മള് ഇപ്പൊ ഓൾ ഇന്ത്യയില്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ കുട്ടികൾ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റിയല്ല, കാരണം ഒരു ജോലി ചെയ്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ ഇങ്ങനെ കാണുന്ന കുട്ടികൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ സഹായിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ എവിടെയാണ് ഇതിനു വേണ്ടി നമ്മൾ ഒന്ന് പറയുവോ, ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫോൺ നമ്പർ എന്തെങ്കിലും തരാൻ പറ്റും സാറിന്? തീർച്ചയായും. ഇന്ദു എന്തായാലും തലസ്ഥാനത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് തന്നെ അവിടെ ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് 1098 എന്ന് പറയുന്ന ഒരു നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? അതാണ് ചൈൽഡ് ലൈൻ. ഒരു നോഡൽ ഏജൻസിയാണ്. ബാലവേലയും ബാലഭിക്ഷാടനത്തിനെതിരെയും കുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ചൈൽഡ് ലൈൻ. അവരുടെ 1098 എന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ടോൾ ഫ്രീ ആണ്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യപ്പെടും. എവിടെയാണ് നിങ്ങൾക്ക് സംശയം, അങ്ങനെ ഒരു കുട്ടിയാണ് എന്ന് തോന്നുന്നത്, അങ്ങനെയെങ്കിൽ ആ സംശയം നിങ്ങൾ പ്രകടിപ്പിക്കുന്നെങ്കിൽ അവരോട് അത് ഷെയർ ചെയ്യുക. അവരത് ഉടനെ തന്നെ സ്പോട്ടിലെത്തുകയും അതിൻ്റെ അധികാരികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലല്ല ഡൽഹിയിലാണ്, അപ്പോൾ ഡൽഹിയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ അധികാരികൾ, തൊഴിൽ വകുപ്പ് അവിടെയും ഉണ്ടാവും, അവരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും ഒക്കെ ഇടപെട്ടിട്ട് ആ കുട്ടിയെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും തീർച്ചയായും.
അപ്പോൾ 1092 എന്നുള്ള നമ്പർ നിങ്ങൾ മറക്കാതിരിക്കുക. ആ നമ്പറിൽ വിളിക്കുക, ഡയൽ ചെയ്യുക. ടോൾ ഫ്രീ ആണ്. ഓക്കെ മാഡം, നമ്പർ ടിവിയിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്താൽ മതിയോ മാഡം? ഓക്കെ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. സാറിന് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പറയുന്നത് സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി നാം ആഘോഷിക്കുമ്പോൾ നാം ഇന്ന് സംസാരിക്കുന്നതും ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ബാലവേലയെ എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ബി അരുൺ, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ. സർ, ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ ബാലവേലയെക്കുറിച്ച് സംസാരിച്ചു, ബാലവേലയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം നാം എത്തരത്തിൽ ആഘോഷിച്ചു എന്നതിനെക്കുറിച്ച് സംസാരിച്ചു, സന്ദേശത്തെക്കുറിച്ച് നാം സംവദിക്കുകയുണ്ടായി. സർ, ബാലവേലയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ബാലവേല എന്ന യാഥാർത്ഥ്യം നമ്മൾ ദൃശ്യമാകുന്നുണ്ട്. പലപ്പോഴും ഹോട്ടലുകളിലാകട്ടെ അല്ലെങ്കിൽ മോട്ടോർ വാഹന കമ്പനികളിലാകട്ടെ ഒരുപാട് സ്ഥലത്ത് കുട്ടികൾ ബാലവേല ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ബാലവേല ചെയ്യുന്നത് കുട്ടിയാണ്, അതോ യുവാവായ കൗമാരം വിട്ടിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരു കുട്ടിയെ നമുക്ക് എത്തരത്തിൽ നിർവചിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. ഒരു കുട്ടി എന്നുള്ള നിർവചനം ചൈൽഡ് ലേബർ ആക്ടിനെ 1986 തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് ഏതൊരാളോ 14 വയസ്സ് പൂർത്തിയാകാത്ത പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 14 അയാളെയാണ് കുട്ടി എന്നുള്ള നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 14 വയസ്സിൽ താഴെയുള്ള ഏതൊരാളെയും ഇത്തരം സ്ഥാപനങ്ങളിൽ, അതായത് അതിനൊരു പട്ടികയുണ്ട് നിയമത്തിൽ, ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 18ഓളം ഓക്കുപ്പേഷനുകളിലും കൂടാതെ അടുത്ത പട്ടികയിൽ തന്നെ ബി ഭാഗത്തിൽ പ്രോസസ്സസ്, പ്രക്രിയകൾ, അത് മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഈ രണ്ട് ഏരിയകളിലും ജോലി ചെയ്യിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ആണ് ഇത് ചൈൽഡ് ലേബറിൻ്റെ ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി, അല്ലെങ്കിൽ അത് ആ ആക്ടിൻ്റെ പ്രൊവിഷൻസ്, പീനൽ പ്രൊവിഷൻസ് അവിടേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. സാർ, ഈ ബാലവേലയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു കുട്ടിയും ബാലവേലയിലേക്ക് സ്വമേധയാ എത്തപ്പെടുകയല്ല. ഒരു കുടുംബാംഗവും ബാലവേലയിലേക്ക് കുട്ടിയെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നും ഇല്ല. അവന്റെ വിദ്യാഭ്യാസം നശിക്കുന്നു, അവന്റെ പ്രതീക്ഷ, അവന്റെ സ്വപ്നം, ഒപ്പം അവന്റെ ആരോഗ്യം, ഇവയെല്ലാം ആ ബാലവേലയിൽ നശിച്ച് ഇല്ലാതായി തീരുകയാണ്. ബാലവേലയിലേക്ക് കുട്ടിയെ കൊണ്ടെത്തിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ? ഇതിനൊരു കാരണം നമ്മൾ തേടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതൊരു പട്ടിണി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോവർട്ടി, ആ ഇൻഡിക്കേറ്റേഴ്സാണ് ഒരു കുടുംബത്തെ ബാലവേല, ദാരിദ്ര്യം തന്നെയാണ്, ദാരിദ്ര്യം കൊണ്ട് തന്നെയാണ് കൊണ്ടുവിടുന്നതെന്ന് പറയാം. പക്ഷേ ഇതൊരു ദൂഷിത വലയമായിട്ട് വീണ്ടും തിരികെ വരാം. കാരണം ഒരു കുട്ടീനെ നമ്മൾ ജോലി ചെയ്യിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അയക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു മുതിർന്ന പുരുഷന്റെ ജോലി ചെയ്യാനുള്ള അവസരം ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, നിഷേധിക്കല്ല, ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ്, അല്പനേരത്തേക്ക് മാറ്റി നിർത്തപ്പെടുക. അതേസമയം കുട്ടി ജോലി ചെയ്യുമ്പോൾ കുട്ടിയുടെ എന്താ പറയുക, അയാളുടെ ശേഷി, അയാളുടെ വയസ്സിനൊത്ത അയാളുടെ ശാരീരിക ശേഷിക്ക് വളരെ താങ്ങാനാകാത്ത ജോലിയായിരിക്കും അയാൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അതുമല്ല, വേജസ്, കൊടുക്കുന്ന വേതനം ഈ തൊഴിലുടമയ്ക്ക് വളരെ കുറച്ച് കൊടുത്താൽ, അവരെ അപേക്ഷിച്ച്, മുതിർന്ന ഒരാളെ അപേക്ഷിച്ച് വളരെ കുറവ് കൊടുത്താൽ മതി. അതേസമയം ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുകയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ വേതനത്തിൻ്റെ ആ ഇഫക്റ്റ് വീട്ടിൽ കുടുംബത്തിൽ ചെല്ലുന്നില്ല, വീണ്ടും ഈ ജോലി തന്നെ തുടരേണ്ട അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഇതൊരു ദൂഷിത വലയമായിട്ട് ഈ പോവർട്ടി ആൻഡ് ചൈൽഡ് ലേബർ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ മുഖ്യ കാരണം. അപ്പോൾ ഇതിൽ നിന്ന് അവരെ മോചിപ്പിച്ച് നമ്മൾ കൊണ്ടുവരേണ്ടത്, അതായത് ഒരു മാനവ വിഭവശേഷിയാണ് രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുള്ള ഏറ്റവും വലിയ സമ്പത്ത്. ഇതിലേക്ക് ചുവടുവെക്കുന്നത് ആരാണ്? നമ്മുടെ ഏജ് ഡിസ്പാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ 15 മുതൽ 55 വയസ്സ് വരെയുള്ള ഒരു സമൂഹം, ജനസംഖ്യയാണ് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത്. ഈ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് എത്തപ്പെടുന്ന ആളാണ് ഈ ചൈൽഡ് ആണല്ലോ. അപ്പോൾ അവൻ്റെ വളർച്ചയിൽ കിട്ടേണ്ട ന്യൂട്രീഷൻ, അവന് കിട്ടേണ്ട വിദ്യാഭ്യാസം, മറ്റ് സാമൂഹിക സാഹചര്യങ്ങളൊന്നും ഒരുക്കാതെ ഇത്തരത്തിലൊരു ഘട്ടത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് അവനെ തള്ളിവിടുകയും ആ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവൻ്റെ എല്ലാ എന്താ പറയുക, അവൻ്റെ ശാരീരിക ശേഷി തന്നെ നശിക്കുന്ന ഒരവസ്ഥയും എനിക്ക് തോന്നുന്നു ഒരു 17, 18, 25 വയസ്സിനുള്ളിൽ തന്നെ ആ ഒരു ബാലൻ അല്ല അയാൾ വളർന്ന യുവത്വത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവന് ജര ബാധിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പീരീഡ്. തീർച്ചയായും അത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന് തന്നെ നഷ്ടമാണ്. കാരണം ഒരു കുട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അവൻ ഇത്തരം ഒരു ജോലിക്ക് പറഞ്ഞു വിട്ട് അയാളുടെ ബാല്യം മുരടിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. സാർ അങ്ങ് പറഞ്ഞു, അവന്റെ ജീവിതത്തിലെ, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ, ബാല്യത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിൽ ജീവിതം മുരടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ബാലവേല സൃഷ്ടിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രോവർട്ടിയാണ്, ദാരിദ്ര്യമാണ് ബാലവേലയിലേക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും പറയുകയുണ്ടായി. ബാലവേലയെക്കുറിച്ച് പറയുമ്പോൾ ബാലവേലയിൽ വിധേയനാകുന്ന കുട്ടി പ്രധാനമായും നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ സാർ? ഒരു തൊഴിലുടമ ചിലപ്പോൾ അയാളുടെ തൊഴിൽശാലയിൽ ഇന്ന ഒരു ജോലി അസൈൻ ചെയ്യുന്നുണ്ടാവും. അതേസമയം അത് എന്തുതരം ഹസാർഡസ് പ്രോസസ്സാണെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. കൃത്യമായി നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന പ്രോസസ്സിൽ ഇന്ന ആളെ ജോലി ചെയ്യിക്കാൻ കഴിയില്ല, ഇന്ന ആളെ ഈ കുട്ടിയെ അല്ലെങ്കിൽ ഇതിൽ ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന നിബന്ധനയുള്ളപ്പോൾ തന്നെ ഈ കുട്ടി അതിലേക്ക് ജോലി ചെയ്യിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ കാണപ്പെടുന്ന ഈ ബാങ്കിൾ മേക്കിംഗ്, ഗ്ലാസ് ഇൻഡസ്ട്രി, കോട്ടൺ വീവിംഗ്, കാർപ്പറ്റ് മേക്കിംഗ് ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെയധികമായിട്ട് കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ശരിക്കും അത് ഹസാർഡസ് പ്രോസസ്സാണ്, അവിടെ ജോലി ചെയ്യിക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയുള്ള മേഖലകളിൽ കുട്ടികളെ വിടുമ്പോൾ അവരുടെ ഈ വീവി എന്നതിനൊക്കെ വളരെ നിമ്പിൾ ഹാൻഡ്സ് ആണല്ലോ കുട്ടികളുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തന്നെ മുതലെടുക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ മുതലെടുക്കുമ്പോൾ കുട്ടിയുടെ മറ്റ് ശാരീരിക ക്ഷമത അവർ പരിശോധിക്കുന്നില്ല, അവർ ന്യൂട്രീഷൻ കൊടുക്കുന്നില്ല. പക്ഷേ വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലും ആപത്കരമായ പ്രോസസ്സ് അതിലൂടെ പോകുമ്പോൾ അവൻ്റെ ശാരീരികമായും മാനസികമായിട്ടുമുള്ള വളർച്ചയെ വളരെ പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചും കളിച്ചും വളരേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള ദുർഘടമായ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായും അവൻ്റെ കോഗ്നിറ്റീവ് തിങ്കിങ് ലെവൽ അതെല്ലാം തന്നെ ഹനിക്കപ്പെടുക ചെയ്യുന്നത്. അത് തീർച്ചയായും ഡെട്രിമെൻ്റലാണ്. അങ്ങനെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ നമ്മൾ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയാണ്, അതാണ് ഉണ്ടാകുന്നത്. സാർ, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം സാർ, പേരെങ്ങനെയാണ് സാർ? നമസ്കാരം, പുതുപ്പുരിയാരം, തൊടുപുഴ. ഓക്കെ സാർ, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കേണ്ടത്? നമസ്കാരം. ഞങ്ങൾ കൃഷിക്കാരാണ് ഇവിടെ. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ട്, സ്കൂളിലും പോകുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോ ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു സഹായത്തിന് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അവര് അങ്ങനെ കൃഷിയെ പറ്റി പഠിക്കട്ടെ എന്നും കൂടെ കൂട്ടിക്കൊണ്ടാ ഞങ്ങള് അവരെ കൊണ്ടുപോകുന്നല്ല, അവരെ കൊണ്ട് കഷ്ടപ്പെടിപ്പിക്കാനല്ല, ഇത് കാണുകയും ചെയ്യുക, കൃഷികളെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുക. കാരണം കൃഷി രംഗത്ത് ഇപ്പൊ കുട്ടികള് സാധാരണയായി ഇറങ്ങാറില്ലല്ലോ. അപ്പൊ അവര് കൃഷി മനസ്സിലാക്കട്ടെ എന്ന് ഓർത്താ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതിൽ തെറ്റുണ്ടോന്ന് അറിയാനായിരുന്നു. തീർച്ചയായും ഇത് എനിക്ക് തോന്നുന്നു പ്രാചീന കാലഘട്ടം മുതൽ തന്നെ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഇത് എനിക്കൊരു സംശയം, നിങ്ങളുടെ മക്കളെയാണോ കൊണ്ടുപോകുന്നത്? മക്കളെയും കൊണ്ടുപോകും, പിന്നെ അയൽക്കത്തൊന്നും വരുന്ന കുട്ടികളെയും കൊണ്ടുപോകും. അവരും കൂടെ ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തല്ല, അവരെ കൊണ്ട് ബുദ്ധിമുട്ടിച്ചേക്ക് കാര്യങ്ങൾ നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അതെ, ആപൽക്കരമായ അതായത് ഹസാർഡസ് പ്രോസസ്സ് എന്നുള്ള അതിൽ നിന്ന് മാത്രമേ കുട്ടിയെ ജോലി ചെയ്യിക്കുന്നതിൽ നിന്ന് നിരോധിക്കുന്നുള്ളൂ. അതേസമയം റെഗുലേഷനും കൂടെ ഉണ്ട് ഈ ആക്ടിനകത്ത്. ഈ ജോലി ചെയ്യിക്കാമെന്നും പറയുന്നുണ്ട് ചില പ്രോസസ്സുകളിൽ. അതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പത്രക്കെട്ട് വിൽക്കാനായിട്ട് പത്ര ഏജന്റ് കീഴിൽ ഒരാൾ ജോലി ചെയ്യാണ്. പക്ഷേ അവൻ്റെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ അവൻ്റെ സ്കൂൾ അവേഴ്സിന് വെളിയിലാണ് അവൻ ചെയ്യുന്നത്. പോക്കറ്റ് മണി ഏൺ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക.
അവൻ ജോലി ചെയ്യുക. വെളുപ്പിനെയുള്ള പണിയല്ലേ? അത് വെളുപ്പിനുള്ള പണിയാണ്. അത് അവനെ ബാധിക്കുന്നു. ആരോഗ്യത്തിന് ഉണർവിനുമല്ല. എന്തോ? അത് കുട്ടികൾക്കൊരു നല്ല കാര്യമല്ലേ? കിടന്നുറങ്ങിയല്ല വെളുപ്പിനെ ഏറ്റ തൊഴിൽ ചെയ്യുമല്ലോ. തീർച്ചയായും. അത് ഇതിൽ നമുക്ക് ഈ നിയമത്തിന്റെ പർവ്യൂവില്ല, അല്ലെങ്കിൽ ഇതൊരു നിരോധിക്കപ്പെടാവുന്നതല്ല, അത് നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് ആ കുട്ടിയെ അനുവദിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ മകൻ രാവിലെ എണീറ്റ് അച്ഛനെ സഹായിക്കാനായിട്ട് അവൻ കടലിൽ പോകുന്നു, അല്ലെ? അവന്റെ ഉപജീവന മാർഗമാണ്, അതിനെ അവൻ സഹായിക്കുന്നു. അത് ബാലവേല അല്ല. അതെ. അപകടത്തിൽ പെടാം. അപകടം ഉള്ള ജോലിയല്ലേ? അപകടകരമായ തൊഴിൽ മേഖലയിൽ അത് ഈ നിയമത്തിൽ ഷെഡ്യൂളിൽ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ഹസാഡസ് പ്രോസസ്, അപകടകരമായ ദുഷ്കരമായ അത്തരം ജോലി ചെയ്യുന്നതിനാണ് പൂർണ്ണമായ നിരോധനം. അല്ലാത്ത നോൺ ഹസാഡസ് ആയിട്ടുള്ള മേഖലയിൽ കുട്ടിയെ ജോലിക്കുന്നതിന് തെറ്റില്ല. അത് റെഗുലേറ്റഡ് ആണ്. അതാണ് നിയമം പറയുന്നത്. ശരി, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ, മനസ്സിലായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാറ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത് കളിച്ചും പഠിച്ചും ചിരിച്ചും രസിച്ചും നടക്കേണ്ട, അറിവിലേക്ക് പോകേണ്ട കുട്ടി ബാലവേലയ്ക്ക് വിധേയമാകുമ്പോൾ നഷ്ടപ്പെടുന്നത് അവന്റെ ആരോഗ്യമാണ്, അവന്റെ ബാല്യം നഷ്ടപ്പെടുകയാണ്, ഭാവിയിലേക്കുള്ള അവന്റെ സ്വപ്നത്തിന്റെ ചിറകുകൾ അവിടെ വെട്ടിയെരിഞ്ഞ് ഇല്ലാതാക്കുകയാണ്. ഇവിടെ അവന്റെ ഏറ്റവും വലിയൊരു ഡ്രീമിന്റെ ഒരു അടിത്തറ നഷ്ടപ്പെടുന്നത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. അവന് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവന്റെ ലൈഫിനെ സ്കെച്ച് ചെയ്യാനും അവന് സാധിക്കാതെ പോകുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഇവിടുത്തെ പ്രസക്തിയെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സർ? തീർച്ചയായും. ഈ ബാലവേലയെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു കാൽവയ്പാണ് ഈ നിയമം പാസ്സാക്കിയത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പാസ്സാക്കിയത്. ചട്ടങ്ങൾ 2011 കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എലിമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അത് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഭരണഘടനയുടെ പൊതുനിർദ്ദേശക തത്വങ്ങൾ അതിൽ 45-ാം അനുച്ഛേദം ആർട്ടിക്കിൾ 45-ലാണ് പറയുന്നത്. നിർബന്ധം ഈ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കേണ്ടതാണ്. അതൊരു നിർദ്ദേശക തത്വമാണ്. അതനുസരിച്ച് നിയമം ഫ്രെയിം ചെയ്യുക, അതിനനുസരിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അപ്പോൾ അത് സാർവത്രികമായിട്ട് നടപ്പാക്കുന്നതോടുകൂടി തന്നെ, അതായത് നമ്മുടെ ഒന്നും ആലോചിക്കുക, 1986 ചൈൽഡ് ലേബർ ആക്ടിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനാണ് നിരോധനം. അപ്പോൾ 6 മുതൽ 14 വരെയുള്ള കാലയളവിൽ ഒന്ന് നോക്കുക, ഒരു ലോജിക്ക് നോക്കിയാൽ തന്നെ അറിയാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു നിയമം നമുക്ക് നിലവിൽ വന്നു. അത് പ്രകാരം വിദ്യാലയത്തിലേക്ക് അവനെ അയക്കുക, എലിമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക. തീർച്ചയായും ഇതിൽ നിന്ന് മാറില്ലേ? ഈ ബാലവേലിൽ നിന്നും ആ കുട്ടിയെ അവിടെ നിന്ന് വേർപെടുത്താൻ വേറെന്ത് മാർഗമാണ് വേണ്ടത്? പക്ഷെ അതിന്റെ മുകളിലുള്ള അവന്റെ മേലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അവന് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്, അവന് ചിന്തിക്കാനുള്ള അവസരം, പുസ്തകങ്ങൾ വായിക്കുന്നു, മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുന്നു, ടീച്ചേഴ്സിന്റെ ലാളന, മാതാപിതാക്കളുടെ എല്ലാ സഹായവും അവിടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ 25% കുട്ടികൾക്ക്, അതായത് ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ 25% സീറ്റെങ്കിലും ഒഴിച്ചിടണമെന്ന് തന്നെ അവർക്ക് വേണ്ടി റിസർവ് ചെയ്യണമെന്ന് ഈ ആക്ടിൽ നിബന്ധനയുണ്ട്. അപ്പം നോക്കുക, അങ്ങനെ റൂറൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കഷ്ടപ്പാട് അല്ലെങ്കിൽ പട്ടിണി പരിവട്ടം അനുഭവിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ബാലവേലയിലേക്ക് തള്ളിപ്പോകാതെ, അതിലേക്ക് ചെന്ന് വിടാതെ ഇവനെ സ്കൂളിലേക്ക് അയക്കുക, എൻറോൾമെന്റ് കൂട്ടുക. ഇപ്പം നമുക്കറിയാം, കാനേഷുമാരി കണക്കും ഇക്കണോമിക് സർവേ 2015 വന്ന ഇക്കണോമിക് സർവേയിലും നമ്മുടെ 37.7 ലക്ഷം കുട്ടികൾ എൻറോൾമെന്റ് 2015-16 ഉണ്ടായിട്ടുണ്ട്. അപ്പം പൊതുവിദ്യാഭ്യാസ ധാരയിലേക്ക് കുട്ടികളെ മാക്സിമം സ്കൂളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വിപത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഈവിൾ, ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഈവിൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും എന്താ പറയുക, കാലഘട്ടത്തിൽ അത് മാറി ഉറപ്പാണ്. അത് വിശ്വസിക്കുന്നു. തീർച്ചയായും. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? നമസ്കാരം, സാമൂഹ്യ പാഠമാണ് സാർ. പേരെങ്ങനെയാണ്? ഹലോ. ഹലോ സാർ, സാമൂഹ്യ പാഠമാണ്, സ്വാഗതം. പേരെങ്ങനെയാണ് സാർ? എന്റെ പേര് കൃഷ്ണൻ, കറവളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാർ, ചോദിച്ചോളൂ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്, ചോദിച്ചോളൂ. സാറേ, ഞാൻ ബാലവേലനെ പറ്റിയാണ് സാറിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്നുണ്ട്, പറയൂ. കരകുളത്ത് നിന്നാണല്ലേ? സാറേ, ഈ ബാലവേല എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ സിനിമ, സീരിയലില് ഇതിനകത്തെല്ലാം കുട്ടികളെ അഭിനയിപ്പിക്കുന്നുണ്ടല്ലോ, അതൊരു തെറ്റായ പ്രവണത അല്ലേ? സിനിമ, സീരിയൽ മേഖലയിൽ അഭിനയിപ്പിക്കുന്നത്. ഹലോ സാർ. ഹലോ
സാർ അദ്ദേഹം ചോദിക്കുന്നത് പ്രവണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി എന്ത് പറയാനാണ്? അതിനെപ്പറ്റി എനിക്ക് അതായത് ഇതൊരു ഹസാഡസ് പ്രോസസ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സിനിമ സീരിയൽ അഭിനയം അതൊരു വൊക്കേഷൻ, അത് ഒരു ഹസാഡസ് കേൾക്കുന്നില്ല. ഹലോ, അവിടുന്ന് പറയുന്ന ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ സാർ? പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ലേ? ഇല്ല. സാർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സാർ, അദ്ദേഹം പറയുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ സാർ. അതെ, നിയമത്തിന്റെ ഹസാഡസ് പ്രോസസ് എന്നുള്ള ഡെഫിനിഷൻ അതിനുള്ള ഇത് ഉൾപ്പെടുന്നില്ല. ഇത്തരം പ്രസന്റേഷൻസ് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടാവാം അത് നിരോധിക്കപ്പെടാത്തത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സീരിയലുകൾ കണ്ടിട്ട് ഓരോ കുട്ടികളുടെ അഭിനയം കണ്ടിട്ട് ഓരോ കുടുംബം വലിയ രക്ഷിതാക്കളും അമ്മമാരും മറ്റുള്ളവരെല്ലാം വളരെ സങ്കടമായിട്ട് നിൽക്കുന്നതും അലച്ച് ചിന്തിക്കുന്നതും ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അങ്ങനല്ല ബാലവേല ചെറിയ കുട്ടികളെ ചിലപ്പം കുട്ടികളെ പീഡനമായിട്ടോ അല്ലെങ്കിൽ തല്ലല്ലോ അങ്ങനെ പല ഒരു സീരിയലിൽ നല്ല മലയാളം അല്ല എല്ലാ മാധ്യമങ്ങളിലും അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊരു വളരെ തെറ്റായ പ്രവണത ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതൊരു മറ്റൊരു തലത്തിലേക്കാണ് നിങ്ങളത് കൊണ്ടുപോയത്. അത് പ്രേക്ഷകരെ തീർച്ചയായും ചിന്തിപ്പിക്കും. അതുകൂടാതെ ഇത് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഭരണ തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് തീർച്ചയായും. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല ഈ നിയമത്തിലുള്ള ഭേദഗതി കൂടെ കൊണ്ടുവരേണ്ടതുണ്ടായിരിക്കാം. അത് തീർച്ചയായും മുന്നോട്ട് ഞങ്ങൾ നീക്കുന്നതായിരിക്കും കേട്ടോ. എന്നാലും സാർ, അതായത് സിനിമ സീരിയൽ അഭിനയം എന്ന് പറയുന്നത് അപകടകരമായ ഒരു തൊഴിൽ മേഖലയല്ല, അതുകൊണ്ട് തന്നെ നിയമം പ്രകാരം അത് അനുവദിച്ചു. അഭിനയം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ അതൊരു വൊക്കേഷനാണ്. അതിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ബാലതാരങ്ങൾ, നമുക്ക് അവാർഡ് സംസ്ഥാന ദേശീയ അവാർഡ് വാങ്ങുന്ന ബാലതാരങ്ങളില്ലയോ, അപ്പോൾ അതൊക്കെ ബാലവേലയാണ് എന്ന് നിർവചിക്കപ്പെടണമെങ്കിൽ അതിനുള്ള ഭേദഗതി നിയമത്തിലുണ്ടാവണം. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഒബ്സർവേഷൻ വളരെ നല്ലതാണ്. സീരിയലുകളും സിനിമകളും കാണുന്നതും അതുപോലെ ടെൻഷൻ കുട്ടികൾ അനുഭവിക്കുന്ന ടെൻഷൻ ടി വിയിലൂടെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും. ഓക്കെ സാർ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മുടെ മാന്യ പ്രേക്ഷകയായ ആദ്യം വിളിച്ച ഇന്ദു എന്ന പ്രേക്ഷക, ഡൽഹിയിൽ നിന്ന് വിളിച്ച പ്രേക്ഷക നമ്മോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ബാലവേല കാണുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ബാലവേലയ്ക്കെതിരെ എത്തരത്തിൽ പ്രതിരോധിക്കണം എന്നൊരു ആകുലതയാണ് മാന്യ പ്രേക്ഷകയായ ഇന്ദു മേഡം നമ്മോട് പങ്കുവച്ചത്. ബാലവേല നമ്മളിപ്പോൾ കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എത്തരത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബാലവേലയെ എത്തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും. നമ്മുടെ ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമത്തിൽ എനി പേഴ്സൺ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ an ഇൻസ്പെക്ടർ നോട്ടിഫൈഡ് അണ്ടർ ദി ആക്ട്, ഈ 3 പേർക്കും ഇതിൽ ഈ പരാതി നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ്. അതിനുള്ള ആക്ഷൻ നേരിട്ട് തന്നെ ഇത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഇങ്ങനെ ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ അത് ട്രയലിന് വരുന്നത്. അപ്പോൾ ഇത് കുട്ടിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആദ്യത്തെ ഒരു പടിയാണ്. അതായത് 14 വയസ്സിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 14 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ജോലി ചെയ്യിക്കുന്നതാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഏജ് ആദ്യം അസർട്ടൈൻ ചെയ്യണം. ഈ ഏജ് അസർട്ടൈൻ ചെയ്യുന്നതിന് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം കുട്ടിയുടെ ഈ SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർഡോ ഇലക്ഷൻ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധ്യതയില്ല എങ്കിലും മറ്റെന്തെങ്കിലും രേഖകൾ കയ്യിലുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫോർ എക്സാമ്പിൾ അങ്ങനെയുള്ള പരിശോധിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഇത് നോർമലായിട്ട് നിയമത്തിൽ പറയുന്നത് പ്രകാരം ഫോം C എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റിൽ മെഡിക്കൽ ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഏജ് സർട്ടിഫൈ ചെയ്ത് മേടിക്കുന്നുണ്ട്. അത് നമ്മൾ അസർട്ടൈൻ ചെയ്തതിന് ശേഷമാണ് കുട്ടിയെ നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുന്നത്. പിന്നെ ആ കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ആ കാലയളവിലേക്ക് അത് കഴിഞ്ഞതിന് ശേഷം മൊഴിയെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിൽഡ്രൻസ് ഹോമിലോ അവിടെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഈ നടപടികൾ പൂർത്തിയാകുന്നത് വരെ. അപ്പോൾ ഇതിന് ഒരു പൗരന്, ഒരു എനി പേഴ്സൺ, ആർക്കും ഇത് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. എനി പേഴ്സൺ, പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എനി ഇൻസ്പെക്ടർ നോട്ടിഫൈഡ് അണ്ടർ ദി ആക്ട്. സാർ, നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചെയ്യുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ മാഡം, പേരെങ്ങനെയാണ് മാഡം? ഹലോ, നമസ്കാരം മാഡം, സ്വാഗതം. സാമൂഹ്യ പാഠമാണ്. പേരെങ്ങനെയാണ് മാഡം? ഹലോ, കേൾക്കുന്നുണ്ട് മാഡം, പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ്? ഓക്കെ മാഡം, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കേണ്ടത്? സാറേ, ഞാൻ ഇടുക്കി താഴ്ഭാഗം തളർന്നു പോയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഇപ്പൊ 9 വയസ്സ് കഴിഞ്ഞ് ജൂലൈയിൽ 10 വയസ്സ് തികയുന്ന ഒരു മകനാണുള്ളത്. എന്റെ മോനെ പ്രസവിച്ച് 15 എന്റെ മോന്റെ പിതാവ് എനിക്ക് കാലൊരു അടി പറ്റിയതാണ്. എന്റെ ഒരു കാലും കൈയും തളർന്നു പോയി. മോൻ 2 വയസ്സോളപ്പം അച്ഛൻ
പിന്നെ ഞാൻ കൈ കിടക്കുന്ന ഒരു വണ്ടിക്ക് മലക്കറി കച്ചവടം ചെയ്താണ് മകൻ കൊണ്ട് വന്നത്. 10 വയസ്സുള്ളപ്പോ എന്റെ ഇടത്തേക്കാരന്റെ കാലിന്റെ മുട്ട് മടങ്ങിപ്പോയി. പിന്നെ മോനിപ്പം 9 വയസ്സ് കഴിഞ്ഞു. പക്ഷെ എന്റെ മോനാണ് 4 വയസ്സ് തൊട്ട് അമ്മയെ നോക്കുന്നത്, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നതും പഠിക്കുന്നതും. കൂടെ അവൻ പെയിന്റിങ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, പെൻസിൽ ഡ്രോയിങ്, പിന്നെ പാട്ട്, ഡാൻസ്, കഥ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവനെ പഠിപ്പിക്കാനുള്ളൊരു എനിക്കില്ല. ഞാൻ പ്രാവശ്യം വല്ലപ്പോഴും സ്കൂളിൽ കയറ്റി വിട്ട് എനിക്ക് ഇതൊരു പെൻഷൻ ഉണ്ടായില്ല. ഇപ്പൊ 2 മാസമായിരുന്നു എനിക്ക് പെൻഷൻ കിട്ടിയിട്ട്. ഇപ്പൊ അത് വെച്ചാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു സഹായം കിട്ടിയ നല്ല പഠിക്കും സാർ. പ്രതിഭ പോഷണി IT സ്കോളർഷിപ്പ് ഇതിനൊക്കെ അവൻ ഫസ്റ്റ് ആണ്. A+ മറ്റേ സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിക്കുന്നവനാണ്. അപ്പൊ എന്റെ മോൻ എന്തെങ്കിലും സോറി എന്താ സാർ പേരൊന്ന് പറയാമോ? സിന്ധു രാജലക്ഷ്മി സാർ. സിന്ധു സ്ഥലം എവിടെയാണ്? സിന്ധു രാജലക്ഷ്മി സ്ഥലം എവിടെയാണ്? ചായക്കോട്ട് പോകണം സാർ. അതായത് താലൂക്ക് ഏതാണ്? തിരുവനന്തപുരം. മകൻ ഏത് ക്ലാസ് വരെ പഠിച്ചു അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നു സാർ. ഇപ്പൊ 5ാം ക്ലാസ്സിലേക്കായി. ശരി. LMS LPSലായിരുന്നു, ഇപ്പൊ HSFലായി. ശരി. എന്തായാലും അത് നിങ്ങളുടെ ഈ വിഷമ അവസ്ഥ ഞങ്ങൾ അറിഞ്ഞിട്ട് ശരിക്കും വളരെയധികം വിഷമമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു 3 സെന്റ് തടയിലാണ് ഞങ്ങളെ അവസ്ഥ കണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്താണ് അച്ഛൻ ഉപേക്ഷിച്ച് പോയത്. അപ്പൊ ഇതേപോലെ ഒരു സാധാരണ ഞങ്ങൾ കച്ചവടം മലക്കറി കൊടുക്കുന്ന ഒരു വീട്ടിലെ സഹോദരനാണ് എനിക്ക് ഇവിടെ ഒരു റൂമും ഒരു ബാത്റൂം കെട്ടിക്കുന്നത്. അത് എനിക്ക് ഇപ്പൊ ചോർന്ന് ഒലിച്ചാണ് നടക്കുന്നത്. അപ്പൊ അതിലാണ് ഈ കൊച്ചു എല്ലാം പണി വെച്ചാറ്. എന്നിട്ട് ഞാൻ വയ്യാതെ കിടന്ന് എന്റെ മോനാണ് ചോറ് വരെ വയ്ക്കുന്നത്, ഉമ്മയ്ക്ക് ആഹാരം തന്നെ തേലുള്ളായിട്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം അവനെ ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഇവൻ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ അന്വേഷിച്ചാൽ എല്ലാത്തിനും നല്ല A+ഉം ഇപ്രാവശ്യവും ഉണ്ടായിരുന്നു. 2 സ്വർണ്ണ മെഡലും 5 വിഷയത്തിനുള്ള സർട്ടിഫിക്കറ്റും എല്ലാം പഠിക്കും. സ്വർണ്ണം എല്ലാം വെച്ച് പ്രതിഭ പോഷണി IT സ്കോളർഷിപ്പ് എല്ലാത്തിനും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വെച്ചിട്ട് ട്യൂഷനൊന്നുമില്ല, അമ്മ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നല്ല പഠിക്കപ്പോ അവൻ പഠിപ്പിക്കണം എന്നുള്ളൊരിതുണ്ട്. മാഡം ശ്രദ്ധിക്കൂ. മാഡം സാറ് മറുപടി പറയുന്നുണ്ട്, മാഡം ഒന്ന് ശ്രദ്ധിക്കൂ. തീർച്ചയായും ആ കുട്ടിയുടെ പഠനം നിങ്ങൾ നിർത്തരുത്. പഠിക്കാനുള്ള അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. നിങ്ങളുടെ ഈ വിഷമാവസ്ഥയിലും ഞാനത് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് പഞ്ചായത്ത് തലത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ വഴിയുള്ള ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. സാമൂഹ്യക്ഷേമ വകുപ്പ് നിങ്ങളെ തീർച്ചയായും സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനുള്ള ഒരു അപേക്ഷ അത് പഞ്ചായത്ത് വഴി അതിൻ്റെ യഥാർത്ഥ ഓഫീസറുടെ തലത്തിൽ എത്തിക്കുക. അപ്പോൾ എന്തായാലും തൊഴിൽ വകുപ്പിന് നേരിട്ട് ഇതിനകത്ത് ഇടപെടാനായിട്ടുള്ള ഒരു പരിമിതിയുണ്ട്. എങ്കിലും ഞാനൊരു അഡ്വൈസ് തരികയാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിലേക്ക് നിങ്ങളുടെ ഈ ഒരു സങ്കട ഹർജി അത് എത്തിക്കണം. അതിന് നിങ്ങളുടെ പഞ്ചായത്ത് തലത്തിലുള്ള മെമ്പർ വഴിയുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളെ ഉടനെ തന്നെ കാണുക. തീർച്ചയായും അതിനുള്ള ഒരു നിവൃത്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ മാഡം, സാറ് പറഞ്ഞത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി മാഡം. സാറേ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. സമീക്ഷ വെള്ളിയാഴ്ചകളിൽ രാവിലെ 11:02. സംവാദം വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക്. വിസ്മയ സഞ്ചാരം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8:30.
ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. നാം ഇന്ന് സംസാരിക്കുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒപ്പം ബാലവേലയെ എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ബി അരുൺ, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ. സർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ലൈൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ സാർ, പേരെങ്ങനെയാണ് സാർ? സാർ നമസ്കാരം, സാമൂഹ്യപാഠമാണ്. പേരെങ്ങനെയാണ് സാർ? ചാക്കോ. ആ, എവിടെയാണ് സാർ വിളിക്കുന്നത്? ചാക്കോ, കൽപ്പറ്റ. ഓക്കെ സാർ, ചോദിച്ചോളൂ. സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കുന്നത് ചോദിച്ചോളൂ. പറയൂ ചാക്കോ, കൽപ്പറ്റയിൽ നിന്ന്. സാർ, ഈ ചെറുപ്രായത്തിലെ എല്ലാ തൊഴിലുകളും സാർ ഒരു കാര്യം ചെയ്യാമോ? ബാലവേലയായിട്ട് കണക്കൂട്ടാൻ കഴിയില്ലല്ലോ സാർ. ഒരു കാര്യം ചെയ്യാമോ സാർ? ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറയ്ക്കണം സാർ, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ. ഇനി ചോദിച്ചോളൂ സാർ. അത് സാർ, ചോദിച്ചോളൂ. ഈ കളരി പഠിക്കുന്നത് ബാലവേലയാണ്, ബാലവേളാണ് കളരിയിൽ പഠിക്കാൻ പോകുന്നത്. അത് വളരെ ചെറുപ്പകാലം മുതൽ പഠിച്ചാലാണ് അത് പ്രായമാകുമ്പോൾ അതിന്റെ അഭ്യാസങ്ങൾ വരിക. കൃഷിപ്പണികളിൽ ചെറുപ്പം മുതലേ പഠിക്കുകയും ഒപ്പം തന്നെ വിദ്യാഭ്യാസം എടുക്കുന്നവരാണ് പ്രായമാകുമ്പോൾ അത് അതിന് ഉപയോഗിക്കാൻ കഴിയുക. തീർച്ചയായും. ഒപ്പം തന്നെ ഈ നമ്മൾ യാത്രകളിലെല്ലാം ചെയ്യുമ്പോൾ ആദ്യം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, സിനിമകളിൽ ബാലതാരങ്ങളിൽ അഭിനയം, അത് നമ്മൾ ചെറുപ്രായത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം പഠിക്കുന്നതാണല്ലോ അഭിനയങ്ങൾ. മുൻകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അഭിനയങ്ങൾ ചെറുപ്പകാലത്തിൽ തന്നെ അഭിനയിക്കാത്ത ഒരു കുട്ടികളും കലാബോധങ്ങള്, കളരി അഭ്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് മുന്നോട്ട് ചെയ്യാൻ കഴിയില്ല. പ്രായമായി പഠിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ അതെല്ലാം. ഞാൻ മുൻകാലങ്ങളിൽ ഇതേപോലെ ഈ ചെറിയ കുട്ടികൾ പണിയെടുക്കുന്ന ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്. അപ്പൊ 92 ഇത് പാസ്സായപ്പോ ഈ ഒരു അപേക്ഷയ്ക്ക് വന്നപ്പോ ഞാൻ ഈ വയനാട്ടിലുള്ള സംഭവമാണ്. കന്യാകുമാരിയിൽ നിന്ന് വളരെ ചെറുപ്പത്തില് ഒരു 10-12 പിള്ളേരെ കൊണ്ടുവന്ന് കോൺക്രീറ്റിന്റെ പണിയൊക്കെ എടുത്തു. ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഹോട്ടലുകാരോട് ചോദിച്ചു, പറഞ്ഞു ഇങ്ങനെ കുട്ടികളുണ്ട്, പണിയെടുക്കുന്നുണ്ട്, ഐറ്റങ്ങളെ എത്ര ചോറ് കൊടുത്താലും മതിയാവില്ല, അത്ര കഷ്ടപ്പെട്ടാണ്, ഞങ്ങൾക്ക് ആഹാരം ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് കുടുംബങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളാണ്, അങ്ങനെ വന്നിട്ടാണ് അവർ ആ പണികൾ ചെയ്യുന്നത്. അപ്പൊ അവര് ചോറ് തീറ്റ കഴിഞ്ഞാൽ പിന്നെ ഇല വളരെ നക്കി തുടച്ച് ഇതാക്കും. അല്ലെ, ഞാൻ പറഞ്ഞപ്പോ ബാലവേലയുടെ സംഭവമൊക്കെ ഇറങ്ങിയിട്ട് വലിയ പ്രശ്നമാവും കേട്ടോ. അയ്യോ, അവരെയൊക്കെ അങ്ങനെ പിടിച്ച് നമ്മൾ എന്തെങ്കിലും ആക്കിയാൽ അതിന് വളരെയേറെ ശാപമായിരിക്കും നമുക്ക് കിട്ടുക. അവരുടെ നാട്ടിൽ എന്താ കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പല പേരാണ് മരച്ചീനി, കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയും. അതാണ് അവിടെ ആഹാരം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ആഹാരം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ എത്ര പണിയെടുത്താലും ഞങ്ങൾക്ക് വയറു നിറച്ച് ചോറ് കിട്ടും. അതുകൊണ്ട് അപ്പൊ ആ പ്രസ്ഥാനത്തിൽ തന്നെ അതിന് ഒഴിഞ്ഞു പോരുക ഞാൻ ചെയ്തത്. കാരണം 12 കുട്ടികളുണ്ടായിരുന്നു. അവര് 1.5 കൊല്ലത്തോളം അവിടെ പണിയെടുത്ത് ഇട്ടാണ് പിന്നെ നാട്ടിൽ പോയത്. പിന്നീട് അതൊക്കെ പടർന്ന് കരാറുകാരൊക്കെ പേടിപ്പിച്ചോടുകൂടി പിന്നെ കുട്ടികളൊക്കെ വരാതെ അയച്ചു തുടങ്ങി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചോദിച്ചോളൂ സാർ, എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോളൂ സാർ. അപ്പൊ ഇതാണ് കളരി കാലങ്ങളിൽ ചെറുപ്പകാലങ്ങളിൽ പഠിച്ചാൽ മാത്രമല്ല സാർ അത് അത് ബാലവേലയായി കണക്കാക്കണ്ട, അത് ബാലവേലയാകുന്നില്ല, കണക്കാക്കാൻ സാധിക്കില്ല. അതാ ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മുടെ ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഹലോ, നമസ്കാരം, സാമൂഹ്യപാഠമാണ്. ഹലോ, പേര് പറഞ്ഞോളൂ സാർ. പേരെങ്ങനെയാണ്? ഞാൻ ബാബു. എവിടെയാണ് സാർ വിളിക്കുന്നത്? ഓക്കെ സാർ, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കേണ്ടത്? ബാബു എവിടെന്നാ വിളിക്കുന്നത്? പേരൂർക്കടയിൽ നിന്ന് വിളിക്കുകയാണേ. പേരൂർക്കടയിൽ. സാർ, എനിക്കൊരു സംശയം വെച്ചാല് ഈ കുട്ടികളെ ചില ഉത്സവ സ്ഥലങ്ങളിലൊക്കെ സർക്കസുകാർ കൊണ്ടുവന്നിട്ട് കുട്ടികളെ കൊണ്ട് ഒരുപാട് ഇത് ചെയ്യിച്ചിട്ട് അവർ ചെയ്തില്ലെങ്കിൽ അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതേ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് കാണിച്ചിരുന്നു. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന് എന്താണ് ചെയ്യുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു എക്സിബിഷനിസം അതിലൂടെ ചൈൽഡ് ലേബറിൽ ഇതാണല്ലോ അത്. അതെ 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 അത്തരത്തിൽ അതൊരു എക്സിബിഷൻ ആണല്ലേ. നമ്മളിപ്പോ ഒരു കല അല്ലെങ്കിൽ കലാരൂപം പോലെ ഇതിനൊക്കെ സർക്കസിനെ കാണിക്കുകയാണ്. അത് കലയല്ല ആക്ച്വലി, കൊച്ചിനായിട്ട് അടിച്ചിട്ട് സ്ട്രീറ്റിൽ കാണിക്കുന്ന മാതിരി.
അത് തീർച്ചയായും അങ്ങനെ ഒരു ചൂഷണം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നു തൃശ്ശൂർ പൂരത്തിനന്ന് ടി വി കാണിച്ചിരുന്നു. അതെ, അതൊരു എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. അങ്ങനെ ഒരു ചൂഷണം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉടനെ അതിന്റെ അധികാരികളെ വിളിച്ച് പറയണം. 1098 എന്ന് പറഞ്ഞ ചൈൽഡ് ലൈൻ നമ്പറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ തൊഴിൽ വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 1800. മിക്ക ഉത്സവ സ്ഥലങ്ങളിൽ ഇത് കാണാം. അതെ, സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ നിങ്ങൾ. 1800 42555214. ഈ നമ്പറിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. ഓക്കെ സാർ, നമ്പർ ടി വിയിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോളൂ സാർ. ഓക്കെ സാർ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, അദ്ദേഹം ചോദിച്ചതും ബാലവേലയെ പ്രതിരോധിക്കാം, എത്തരത്തിൽ പ്രതിരോധിക്കാം, എത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന വളരെ പ്രശംസനീയമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. നാം സംസാരിച്ചുകൊണ്ടിരുന്നതും ബാലവേലയെ എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചാണ്. വിശദമാക്കുന്നത് ഈ നിയമത്തിൽ പറയുന്ന ഒരു പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനി പേഴ്സൺ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ നോട്ടിഫൈഡ് അണ്ടർ ദിസ് ആക്ട്, ഇവർക്ക് ഇത് കണ്ടെത്തി അതിനുള്ള പ്യൂണിറ്റീവ് സ്റ്റെപ്സ് നമുക്ക് തൊഴിലുടമയ്ക്കെതിരെ സ്വീകരിക്കാവുന്നതാണ്. അതിന് ഉപരി നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ബോധവൽക്കരണമാണ് എന്നാണ് എൻ്റെ തീർച്ചയായുമുള്ള ഒരു ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ മാക്സിമം കൊടുക്കുക. അത് സ്കൂളുകളിലൂടെ, ഇപ്പം നമുക്കറിയാം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ സ്കൂളുകളുണ്ട്, പിന്നെ ഇങ്ങനെ കൂട്ടങ്ങളുണ്ട്, നമ്മൾ കുട്ടികളുടെ കൂട്ടായ്മകളുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷൻസ്, ഇതുപോലെയുള്ള സിവിൽ സൊസൈറ്റി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അഡ്വക്കസി നടത്തുക. പിന്നെ മാധ്യമങ്ങൾ, മീഡിയയുടെ ഇന്റർവെൻഷൻ വളരെയധികം ഈ മേഖല ഇത് കണ്ടെത്തുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ അത് ഉത്സുകരാണ്. അത് നല്ല കാര്യമാണ്. അത്തരത്തിൽ ഇത് നമ്മുടെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അധികാരികളുടെ ശ്രദ്ധയും അവിടത്തേക്ക് എത്തുകയാണ്. അതിനുള്ള നടപടി തീർച്ചയായും എടുക്കാൻ കഴിയും. പക്ഷേ ഇതിന് ഏറ്റവും അത്യാവശ്യം അത്തരം എന്താ പറയുക ദുർഘടമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള, വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷെ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്വക്കസിയാണ്. നമുക്ക് മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം, ഇതിനെതിരെയുള്ള പ്രചരണം, അത് ബോധവൽക്കരണം, ഈ പരിപാടികൾ നമ്മൾ തൊഴിൽ വകുപ്പിന് നടത്തുന്നുണ്ട്. ബോധവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോൾ സാർ ഇപ്പോൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു, സ്കൂളുകൾ വഴി നടപ്പിലാക്കുന്ന ബോധവൽക്കരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ സാർ? ബാലവേല വിരുദ്ധ ദിനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്തരത്തിൽ ബാലവേലയെ നമുക്ക് പ്രതിരോധിക്കാവുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്കൂളിൽ നമുക്ക് സ്കൂൾ ബാഗുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങണം, ലെതറാണല്ലേ, ലെതറിന്റെ ഷൂ ആണ് ഇടുന്നത്. ഈ ലെതറിൽ നിന്നും ഞാൻ മേടിക്കുന്ന ലെതർ, എനിക്ക് തോന്നുന്നു ഇത് പൊതുസമൂഹവും കടക്കാരും, അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നവരും ഇതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങണം. അതായത് എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഉൽപ്പന്നം, ഈ ഉൽപ്പന്നം ഒരു ബാലതൊഴിലാളി ഉണ്ടാക്കിയതല്ല എന്നുള്ള ഒരു സ്റ്റിക്കർ അയാളുടെ സ്ഥാപനത്തിൽ സ്ഥാപിക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കുക. അതും ആ കുട്ടികളെയും ബോധവൽക്കരിക്കുകയാണ്. ഞാൻ ഇന്ന് വാങ്ങിയ ഷൂ, എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ചു തന്ന ഷൂ ഇത്തരത്തിൽ വാങ്ങിയതല്ല എന്ന ബോധം ആ കുട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതൊരു നല്ല ഘടകമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്യാമ്പയിൻ നമുക്ക് ഈ നമ്മുടെ വ്യാപാരി വ്യവസായികളിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ ഹോട്ടലിൽ ചൈൽഡ് ലേബർ ഇല്ല, അത് ഞങ്ങൾ ഓൾറെഡി തന്നെ പോസ്റ്റേഴ്സും സ്റ്റിക്കേഴ്സും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പിലത്തെ 2 വർഷത്തെ ക്യാമ്പയിനിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റിക്കേഴ്സ് നിങ്ങൾ കണ്ടറിയാം, തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ ചെന്നാൽ ഞങ്ങൾ കൊടുത്ത സ്റ്റിക്കർ, ചൈൽഡ് ലൈനും തൊഴിൽ വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ അടക്കമുള്ള സ്റ്റിക്കേഴ്സ് അവിടെ പതിച്ചിട്ടുണ്ടായിരിക്കുന്നത് കാണാവുന്നതാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, പേരെങ്ങനെയാണ് സാർ? എന്റെ പേര് അലക്സ്. അലക്സ്, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഉള്ളൂരിൽ. ഓക്കെ അലക്സ്, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. നമസ്കാരം. ചോദിച്ചോളൂ. നമ്മൾ നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നേ. അപ്പൊ നമ്മളിപ്പം ഒരു വലിയ ആളിന്റെ ബാല്യകാലം കാണിക്കുമ്പം നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും. അപ്പൊ അത് ഒരു ബാലവേലയിൽ വരുന്നുണ്ടോ ഇല്ലെന്നുള്ള? ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ സാറേ, നമ്മളിപ്പം സ്കൂളുകളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഒത്തിരി നേരം നിർത്തി VIP വരുമ്പം അവരെ ഇങ്ങനെ സ്വീകരിക്കാൻ നടത്തുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ പല സമയങ്ങളിൽ വരാറില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ തളർന്നു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഏതിൽ വരും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് നിയമത്തിന്റെ ചട്ടക്കൂടിൽ അത് വരുന്നില്ല. അത് സ്കൂളിന്റെ അസംബ്ലിയിൽ നിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞു. അസംബ്ലികളിൽ അധിക നേരം വെയിലത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അപ്പൊ കുഴഞ്ഞു വീഴുകയൊക്കെ ഉണ്ടാവും അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഹലോ, അതെ, നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് സാർ വ്യക്തമാക്കി. ഇനി നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30-നും
വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05-നും. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. സാർ, ഇടവേളയ്ക്ക് മുമ്പ് നാം ബാലവേലയെ എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈനുണ്ട്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? നമസ്കാരം മാഡം, പേരെങ്ങനെയാണ് മാഡം? ഹലോ, സാമൂഹ്യപാഠമാണ്. പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? ഞാൻ കൊരട്ടിന്ന് വിളിക്കുന്നത്, മാത്യു എന്ന് പറയും. ചോദിച്ചോളൂ. തൃശ്ശൂർ കൊരട്ടി. ചോദിച്ചോളൂ മാത്യു, സാറിനോട് ചോദിച്ചോളൂ. മാത്യു പറയൂ. ഹലോ മാത്യു, ചോദിച്ചോളൂ. സാറിനോട് എന്താണ് ചോദിക്കുന്നത്? എന്റെ കുട്ടി അതായത് വെക്കേഷൻ മുമ്പായിട്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കല് എന്റെ കുട്ടി ഉൾപ്പെടെയുള്ള 4-5 പേരെ പിള്ളേരെ കൊണ്ടേ മേശയൊക്കെ പെയിന്റ് ചെയ്യിച്ചു. അവര് കുത്തി വരച്ചെന്നും പറഞ്ഞു, കുത്തി വരച്ച് മേശമ്മ കുത്തി വരച്ചെന്നും പറഞ്ഞ് മറ്റേ ക്ലാസ് ടീച്ചർ പെയിന്റ് അടിപ്പിച്ചു. എന്നെ സ്വന്തം പിള്ളേരെ കൊണ്ട് അവര് എന്നെ പിരിവിട്ട് ബ്രഷ് മേടിച്ച് പെയിന്റ് അടിച്ചു. അത് തെറ്റാ ശരിയോ സാറേ? ഒന്നാമത്തെ കാര്യം, ബാലവേല ഏതാണ് ബാലവേല അല്ലാത്തത് എന്നുള്ള ഒരു ഡിസിഷൻ സുപ്രീം കോടതി ഡിസിഷൻ വന്നിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ വെക്കേഷൻ ടൈമുകളിൽ, ഒഴിവുവേളകളിൽ, വെക്കേഷൻ മുന്നേ, വെക്കേഷൻ അല്ല, ക്ലാസ് നടന്നുകൊണ്ടിരിക്കേ. അത് ശരി, ഓക്കെ. അതൊരു എനിക്ക് തോന്നുന്നു ഈ ചൈൽഡ് ലേബർ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. അത് സ്കൂളിൽ ഒരു ശിക്ഷണ നടപടിയായിട്ട് കണക്കാക്കാം, അല്ലേ? അതങ്ങനെ ചെയ്യാൻ പാടില്ല സാറേ. ഞാൻ ചോദിക്കുന്നതാണ്, അതായത് ഒരു കുട്ടികൾ മേശം എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കുമല്ലോ, പഠിക്കുന്ന പിള്ളേരല്ലേ? അതെ അതെ. അപ്പൊ അത് ഒരു പണിഷ്മെന്റ് ആയിട്ട് പിള്ളേരെ കൊണ്ട് പെയിന്റ് മേടിപ്പിച്ചു, ബ്രഷ് വാങ്ങിച്ചു. ഞാനാണ് പെയിന്റ് ഒക്കെ ഇവിടെ നിർത്ത് കുട്ടിയെ കൊടുത്തത്. ആ പിള്ളേരെല്ലാം വീട്ടിൽ വന്നിട്ട് എന്റെ കുട്ടി ഉൾപ്പെടെയുള്ള പിള്ളേരെയും മേശ പെയിന്റ് അടിച്ചു കൊടുത്തു. അത് ശരിയോ തെറ്റോ? ഞാൻ അതാണ് സാറേ ചോദിക്കണം. അവരായിട്ട് ഇതായില്ല. അതെ, ഇത് യെസ് ഓർ നോ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ബാത്റൂം പോലും അതിൽ വൃത്തിയാക്കിയിട്ടുണ്ട് കുട്ടികൾ, അല്ലെ? സന്നദ്ധരായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അങ്ങനെ ഒരു ശിക്ഷണ നടപടിയായിട്ട് കണ്ടാൽ മതി എന്നാണ്. അത് നിങ്ങൾ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനോട് ബന്ധപ്പെട്ട് സ്കൂളിലെ അധികാരികളുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ ചർച്ച ചെയ്യുക കേട്ടോ. അതൊരു ഇപ്പം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അല്ല, ഞാൻ എന്റെ പ്രായത്തിലൊക്കെ ടീച്ചറിന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അതെ, സ്കൂളിൽ മീൻ വരെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കാലത്ത് പറ്റുമോ സാർ? അത് ശരിയല്ലല്ലോ ചെയ്തത്. ഓക്കെ സാർ, മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ പ്രധാനമായി ഉൾപ്പെടുന്ന വിഷയമല്ല സാർ. നിയമത്തിന്റെ കീഴിൽ അത് അതെ, ഈ പറഞ്ഞ ചൈൽഡ് ലേബർ ആക്ടിന്റെ കീഴിൽ അത് ആ പരിധിയിൽ വരുന്നില്ല. ഓക്കെ സാർ, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് ബാലവേലയെ എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം പൂർണ്ണമാവാറാവുകയാണ്. ബാലവേലയെ പ്രതിരോധിക്കാനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ കുറിച്ച് ഒന്ന് വിശദമാക്കുന്നു. സംസ്ഥാന തൊഴിൽ വകുപ്പ് നമുക്കൊരു എൻഫോഴ്സ്മെന്റ് വിഭാഗമുണ്ട്. ലേബർ കമ്മീഷണറാണ് നമ്മുടെ വകുപ്പ് തലവൻ. അഡീഷണൽ ലേബർ കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ഡിക്ഷനുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ 3 മേഖലകൾ, അതായത് സദേൺ റീജിയൻ, സെൻട്രൽ റീജിയൻ, നോർത്തേൺ റീജിയൻ, ഇവിടെ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർമാരുണ്ട്. അവരുടെ കീഴിൽ ഇതിന്റെ കട്ടിംഗ് എഡ്ജ് ലെവലിൽ 14 ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റുമാരും 101 അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരും നമുക്ക് ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇതിൽ ഏറ്റവും താഴത്തെ ലെവൽ, കട്ടിംഗ് എഡ്ജ് ലെവലിൽ ജോലി ചെയ്യുന്നവരാണ് അസിസ്റ്റന്റ് ലേബർ ഓഫീസേഴ്സ്. ഇവരാണ് പരിശോധന നടത്തുന്നത് സ്ഥാപനങ്ങളിൽ. അവർക്ക് എല്ലാ മാസവും അവരുടെ പരിശോധന ക്രമത്തിൽ അവർക്ക് ടാർഗറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഈ ചൈൽഡ് ലേബർ ആക്ട് പ്രകാരമുള്ള പരിശോധനകൾ അവർ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന കേസുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 8ഓളം കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമുക്കിപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാസർഗോഡ് ജില്ലയിൽ ഫയൽ ചെയ്ത ഒരു കേസിൽ പ്രോസിക്യൂട്ട് ചെയ്തു. അതിന് ശിക്ഷ വിധിക്കുകയും ശിക്ഷ
20,000 രൂപ 10,000 രൂപ ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റത് അതിൻ്റെ ട്രയലിൻ്റെ കോടതിയിൽ അതിപ്പോഴും നടപടി സ്വീകരിച്ചു വരികയാണ്. ഇത് ഒരു എൻഫോഴ്സ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ തന്നെ ചൈൽഡ് ലേബർ വെൽഫെയർ കം റീഹാബിലിറ്റേഷൻ കമ്മിറ്റി, ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലേക്ക് ഇങ്ങനെ റെസ്ക്യൂ ചെയ്യപ്പെടുന്ന കുട്ടിയുടെ പേരിൽ ഒരു തുക നിക്ഷേപിക്കേണ്ടതുണ്ട്. ഈ ഉടമ നിക്ഷേപിക്കുന്നുണ്ട്. ആ തുക നിക്ഷേപിച്ചില്ല എങ്കിൽ അത് റവന്യൂ റിക്കവറി വഴി തിരികെ അത് മേടിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഫണ്ടിലേക്ക് നമുക്ക് ഈടാക്കാനുള്ള പ്രൊവിഷനും നിയമം അനുവദിക്കുന്നുണ്ട്. ഇനി മറ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഇപ്പോൾ ചൈൽഡ് ലേബർ തന്നെ ട്രാഫിക്കിങ്ങിന് കൊണ്ടുവരുന്ന കുട്ടികളുണ്ടാവാം. അത്തരം കുട്ടികളെ രക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ഇങ്ങനെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ചൈൽഡ് ലൈൻ വഴി ഇടപെടുകയും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഓഫീസർ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് വന്നിട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുണ്ട്, അവിടെ ഇവരെ ഹാജരാക്കി അതിൻ്റെ കീഴിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജൂൺ 12 എന്ന ലോക ബാലവേല വിരുദ്ധ ദിനമായി നാം ആചരിക്കുമ്പോൾ ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ബാലവേല നമുക്ക് എത്തരത്തിൽ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യ പാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.